ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. കള്ളം പറച്ചിൽ ഒരു ശീലമായി കഴിഞ്ഞാൽ സത്യം പറയുക ഒരു പ്രയാസമുള്ള കാര്യമായി മാറുമെന്നത് സതീശൻ സർക്കാരിൻ്റെ ചെയ്തികളിലൂടെ നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നു. കള്ളം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവർക്ക് ജയിച്ചു കഴിഞ്ഞാലെങ്കിലും സത്യം പറഞ്ഞുകൂടെ എന്ന ചോദ്യം പോലും അസഹനീയമാവുകയാണ്. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം നുണകളുടെ ഒരു മുഖപത്രമായി മാറുന്നത് എങ്ങനെയെന്ന് CPM പുറത്തിറക്കിയ ബദൽ ധവളപത്രം വരച്ചു കാട്ടുന്നു. വസ്തുതാവിരുദ്ധമായ ഒരു കൂട്ടം കാര്യങ്ങളുടെ ആകെത്തുകയാണ് ധവളപത്രം എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയുമാകില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പടച്ചുവിട്ട ഒരു റിപ്പോർട്ടിനപ്പുറം ഒരു ആധികാരികതയുമില്ലാത്ത രേഖയാണിതെന്ന് CPM ആരോപണം ഉന്നയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേരളത്തിൻ്റെ പൊതുകടം സംബന്ധിച്ചും കിഫ്ബിയുടെ വരുമാനം വീതം വയ്പുമെല്ലാം സംബന്ധിച്ചും വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ധവളപത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. വസ്തുതകൾ ഓരോന്നും ഇഴകീറി പരിശോധിക്കാൻ ജനം മെനക്കെടാൻ പോകുന്നില്ലെന്ന ധൈര്യത്തിലാണ് ഇത്തരമൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് വ്യക്തം. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോഴും തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചും ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയും കരുത്തോടെ നിന്നവരാണ് നാം. മുൻ LDF സർക്കാർ കൊണ്ടുവന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തച്ചുടച്ചു പോകാനല്ല സതീശൻ സർക്കാരിനെ ജനം തെരഞ്ഞെടുത്തത്. മുടക്കവും തടസ്സവുമില്ലാതെ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ തന്നെയാണ്. കഴിവുകേടിനെ കള്ളങ്ങൾ കൊണ്ട് എത്ര കാലം മറയ്ക്കാൻ കഴിയും? വസ്തുതകൾ വെളിച്ചത്ത് വരേണ്ടേ? ജനങ്ങൾ സത്യം അറിയണ്ടേ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് A. സമ്പത്ത്, കോൺഗ്രസ് നേതാവ് GV ഹരി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ എന്നിവരാണ്. ചർച്ചയിലേക്ക് 3 പേർക്കും സ്വാഗതം. GV ഹരി, താങ്കൾ ഈ ചർച്ചകളിൽ വളരെ കൃത്യമായ ഒരു ഗൃഹപാഠം നടത്തി ചർച്ചകളിൽ പങ്കെടുക്കുന്നയാളാണ്. ഈ ചർച്ചയുടെ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി എങ്കിലും തരേണ്ടതുണ്ട്, അത് പഠിച്ചതിന് ശേഷം മാത്രം ചർച്ചയിൽ പങ്കെടുക്കുമെന്ന്. സ്വാഭാവികമായും അതിൻ്റെ ആ ഒരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് ഒരു പ്രിൻ്റഡ് കോപ്പി താങ്കൾക്ക് ഞാൻ കൊടുത്തു വിടുകയും ചെയ്തത്. സ്വാഭാവികമായി എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നത്, അഥവാ വീട്ടിൽ കറണ്ടില്ലായിരുന്നുവെങ്കിൽ വാഹനത്തിനെന്തെങ്കിലും വായിക്കാമല്ലോ. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ലാത്ത കറണ്ട് കട്ടിപ്പോൾ വീണ്ടും കണ്ടു തുടങ്ങി. ഇന്ന് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം തന്നെ പറയുകയും ചെയ്തു, കറണ്ട് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു. ആ ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഏതായാലും താങ്കൾ അത് വായിച്ചു പഠിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ GV ഹരി, നമ്മുടെ മുഖ്യമന്ത്രി, താങ്കളുടെയും എൻ്റെയും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്, ആ ചരിത്രപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ വാചകം, ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുകയല്ല വേണ്ടത്, പൂവിൽ നിന്ന് തേൻ എടുക്കുന്നത് പോലെയാണ് നികുതി പിരിച്ചെടുക്കേണ്ടതെന്നാണ്. അത് അങ്ങനെ പിരിച്ചെടുത്ത് വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് VD സതീശൻ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നാണ് ധവളപത്രം വായിച്ചു കഴിഞ്ഞപ്പോഴും ഇന്ന് CPM പുറത്തിറക്കിയ ധവളപത്രം, ബദൽ ധവളപത്രം കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായത്. അതിൽ ഏറ്റവും പ്രകടമായി മനസ്സിലാകുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതുസമ്പത്ത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ മണൽ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റെഴുതി അങ്ങനെ ഖജനാവ് നിറയ്ക്കാം എന്ന ഒരു വിലയിരുത്തൽ, അതാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. പിന്നെ ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കള്ളങ്ങളിൽ ഒന്ന്, നേരത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് 5 ലക്ഷം കോടിക്ക് മുകളിലാണ് കടം. VD സതീശൻ പറഞ്ഞത് 6 ലക്ഷം കോടിക്ക് മുകളിൽ പോകുമെന്നാണ് ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ കടം നിങ്ങൾ പറഞ്ഞ കടമല്ല, നിങ്ങൾ ധവളപത്രത്തിൽ പറഞ്ഞ കടമല്ല, CAG റിപ്പോർട്ടിൽ വന്ന കടം, ശരിയായ കടം പറയുന്നുണ്ട്. എന്തിനാണ് കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജയിച്ചല്ലോ ഏതായാലും. GV ഹരി, താങ്കൾ കറണ്ട് ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ കാരണക്കാരാരാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് ഈ കറണ്ട് ഇല്ലാതെ പോകുന്നൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സോളാറൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കറണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. എനിക്ക് ഈ പാനൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഈ കാര്യങ്ങളിൽ വളരെ സൗമ്യമായി ചർച്ചയിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളാണ്. അത് സമ്പത്തേട്ടനാണെങ്കിലും അതോടൊപ്പം തന്നെ സജീവൻ സാറാണെങ്കിലും ഒക്കെ തന്നെ ഇത് വളരെ കൃത്യമായി പറയുന്ന ആളുകളാണ്. എനിക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ 2-3 കാര്യങ്ങളാണ് ഇവിടെ. ഞാനിതിൻ്റെ എക്സിക്യൂട്ടീവ് സമ്മറിയാണ് ആദ്യം വായിച്ചത്. ആ എക്സിക്യൂട്ടീവ് സമ്മറി താങ്കൾ ഇത് ഈ അയച്ചു തന്ന ഈ പുസ്തകം ഞാൻ രണ്ടാമതാണ്. എനിക്ക് താങ്കൾ ഓൺലൈനായിട്ട് അയച്ചു തന്നതാണ് വായിക്കാൻ താല്പര്യം, കാരണം പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, സാധാരണഗതിയിൽ ഒരു ധവളപത്രം അല്ലെങ്കിൽ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ഇതാരാണ് പുറത്തിറക്കിയത്, ആരൊക്കെ ചേർന്നിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള രേഖകൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെയാണ് ആദ്യം നോക്കിയപ്പോൾ ഇതിനകത്ത് ആരും, ഇതിലിപ്പോൾ ഒരു നോട്ടീസിൻ്റെ തലത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു
ചിലപ്പം ഭാവിയിൽ ഒരു പക്ഷേ CPM സ്റ്റഡി ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ട് ഈ വസ്തുതകളുടെ ധവളപത്രം എന്നതിനകത്ത് ഞാൻ നോക്കിയത് ഇത് ആര് തയ്യാറാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ധവളപത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അത് ആരാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നൊക്കെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ചന്ദ്രശേഖർ അടക്കമുള്ള വളരെ വിദഗ്ധരായിട്ടുള്ള ആരൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഏതൊക്കെ രേഖകൾ ആണ് അതിനകത്ത് പരിശോധിക്കപ്പെട്ടുള്ളതെന്നും അതുകൊണ്ട് സർക്കാരിൻ്റെ രേഖയാണ്. അപ്പോൾ CPM ആണ് പുറത്തിറക്കിയെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കി CPMൻ്റെ ഇത് ആരാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് വിദഗ്ധരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള കണക്കുകളിലും എനിക്കത്ര പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടാകുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇതിനകത്ത് രണ്ടാമത്തെ പോയിൻറ്റ് UDF കാലത്ത് GSDP വളർച്ച വെറും 5.2% മാത്രമായിരുന്നു. ഇത് 2013-14 കാലയളവിൽ 3.89% കൂപ്പുകുത്തി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. GSDPയെക്കുറിച്ചാണ്. നമുക്ക് GSDPയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സഞ്ചിത കടം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഏത് സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഒരു സഞ്ചിത കടം എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ഇത് 29% നിലനിർത്തണമെന്നുള്ളതാണ് RBIയുടെ നിലവിലുള്ള നിയമം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2016 വരെയുള്ള കാലഘട്ടത്തിൽ 1956 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 16 വരെയുള്ള കാലഘട്ടം ഞാൻ പറഞ്ഞാൽ അറിയില്ല, അത് LDF സർക്കാർ UDF സർക്കാർ ഭരിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും അവസാനത്തെ UDF സർക്കാർ ഭരിച്ചിരിക്കുന്ന കാലം വരെ 29%-ൽ നിന്ന് 1% പോലും നമ്മൾ മുകളിലോട്ട് പോയിട്ടില്ല. കേരളത്തിൻ്റെ ആ കടമെടുക്കാനുള്ള കഴിവും അതിൻ്റെ എബിലിറ്റീസും ഒക്കെ നമുക്കറിയാമല്ലോ. ചില റേറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, AA, BB, B+ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 2010 ഇടപെട്ടോണ്ടേ CGV ഹരി, താങ്കൾ പറഞ്ഞതിനകത്തൊരു വസ്തുതാപരമായ പിശകുണ്ട്. ഈ 2010 അതായത് സംസ്ഥാനത്തിന്റെ GSDPയുടെ കടം ഏറ്റവും ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടമാണെന്ന് അറിയോ താങ്കൾക്ക്? ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന 2011-16 കാലഘട്ടത്തിൽ അന്ന് 41% വരെ ഉയർന്നു. താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തത്. ഏതായാലും ആ ചർച്ചയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏതായാലും ഈ താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ ആരാണ് ഈ ഇത് തയ്യാറാക്കിയത്, അത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത് തയ്യാറാക്കിയത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇവിടെ സ്വാഭാവികമായിട്ട് നോക്കേണ്ടതാണ്. ചിലപ്പോൾ അച്ചടി പിശകോ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെയുണ്ട്. അത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ് തയ്യാറാക്കിയത്. ഇന്ന് മാധ്യമങ്ങളിലടക്കം ലൈവ് അടക്കം പോവുകയും ചെയ്തതാണ് പിണറായിയുടെ പ്രസംഗം അടക്കം. അതെ, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല വിഷയമാക്കുന്നില്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് വളരെ വസ്തുത, ഈ പേര് തന്നെ എന്താണ്, വസ്തുതകളുടെ ധവളപത്രം എന്നാണല്ലോ. അപ്പോൾ ചർച്ചയിൽ നമുക്ക് വസ്തുതകളിലേക്ക് തന്നെ പോകാം എന്നാണ് കരുതുന്നത്. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കടത്തിന്റെ കണക്ക് സംബന്ധിച്ച് അതിൽ തന്നെ പറയുന്നുണ്ട്. താങ്കൾ ആരാണ് എന്താണെന്ന് പറയുമ്പോൾ പോലും ഈ കടവുമായി ബന്ധപ്പെട്ട അതിനകത്ത് താങ്കൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഈ 13ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2026 ഏപ്രിൽ തന്നെ ലഭ്യമായ അക്കൗണ്ടന്റ് ജനറലിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 2026-25-26 മൊത്തം കടവും ബാധ്യതകളും 4.79 ലക്ഷം കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 33.6% മാത്രമാണ്. അതൊക്കെ ഞാൻ വായിച്ചല്ലോ. പിന്നെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഈ സമ്പത്തിനൊക്കെ മറുപടി പറയാൻ ഇടിപ്പുണ്ട്. അതായത് പിന്നെ എങ്ങനെയാണ് ഈ 4.79 ലക്ഷം കടം AGയുടെ കണക്കാണ്, CAGയുടെ ആണ്. അതെങ്ങനെയാണ് 5 ലക്ഷം കോടിക്ക് മുകളിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാവും. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ആധികാരിക വസ്തുത എന്ന് പറഞ്ഞല്ലോ. സാധാരണഗതിയിൽ ഈ ധവളപത്രം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ഇവിടെ ഇത്തവണത്തെ ഈ ധവളപത്രം തയ്യാറാക്കിയ താങ്കൾ പറഞ്ഞു KM ചന്ദ്രശേഖർ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അദ്ദേഹം മികച്ച IAS ഉദ്യോഗസ്ഥനായിരുന്നു, സീനിയറായ IAS ഉദ്യോഗസ്ഥനായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവിടെ ഈ സ്വകാര്യവൽക്കരണത്തിനൊക്കെ വേഗം കൂട്ടിയ ഉദ്യോഗസ്ഥനുമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ധവളപത്രം പരമ്പരാഗതമായി തയ്യാറാക്കുന്നതിൽ സംസ്ഥാനത്തിൻ്റെ ഈ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ പങ്കുള്ള ചോദ്യം അങ്ങനെ നിൽക്കുകയാണ് GV ഹരി. അതുകൊണ്ട് അതിനെ അങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട കാര്യമില്ല. ഇതൊരു രാഷ്ട്രീയ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം ഇതാണ്. CPM പറയുന്നു ഇതൊരു രാഷ്ട്രീയ ആരോപണം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ്. താങ്കൾക്ക് എന്താണ് മറുപടി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിജുവിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് ഇതിനകത്ത് ഈ ചർച്ചയിലേ ഇത് ഞാൻ പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ അവിടെ സമ്പത്തേണ്ടുണ്ട്. എനിക്ക് അതിനകത്തൊരു ആശങ്കയില്ല. അദ്ദേഹത്തിന് നന്നായി പറയാം. താങ്കൾ ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ താങ്കൾ ചോദ്യത്തിലേക്ക് പോകുന്നു. സാധാരണഗതിയിൽ ഞാനും സംവിധാനൊക്കെ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കും. ഞങ്ങൾക്ക് ഇതിനകത്ത് ആശങ്കയൊന്നുമില്ല, ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് ഞങ്ങൾ പറയുന്ന കാര്യത്തിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് എത്രയേ ഉള്ളൂ. നമുക്ക് ഈ സഞ്ചിത കടത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെന്നുണ്ടെങ്കിൽ താങ്കൾ പറയുന്ന ഈ GSDP ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ, കേരളത്തിൽ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഈ പറഞ്ഞ 29% എന്ന് പറയുന്ന
ആ ഒരു കടമെടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി മാക്സിമം ഇത്രയും നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു തലത്തിൽ നിന്ന് 2016 2026 എത്തുമ്പോൾ 1956 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ സഞ്ചിത കടം 1,60,000 ചില്ലുവാനം മാത്രമായിരുന്നത് 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ അത് എത്രയായി ഉയർന്നിട്ടുണ്ടെന്നറിയാമോ? 4,80,000 കോടി രൂപയിലേക്ക് അത് ഉയർന്നു മാത്രമല്ല, അതോടുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട വരാനുള്ള കാരണങ്ങളിലൊന്നായി വന്നത് കിഫ്ബിയുടെ രൂപീകരണമാണ് എന്നുള്ളത് ഈ പഠനങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നുണ്ട്. 56 മുതൽ 2016 വരെയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം ഒറ്റ വർഷം കൊണ്ട് 33 ലക്ഷം കോടിയിലേക്ക് നമ്മൾ വർദ്ധിപ്പിക്കുന്നു. എത്ര ശതമാനം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്? ഈ കണക്കെന്ന് പറയുന്നത് താങ്കൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഇതുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കും, ഈ കടവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പം നമുക്ക് 10 വർഷം കൊണ്ട് ഈ കടമുണ്ടായതിൻ്റെ പിന്നിൽ കിഫ്ബി ആണ് എന്ന തിരിച്ചറിവാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടപെട്ടാൽ സിജു, സാമ്പത്തിക മേഖല ഒരു സാധാരണ ഒരു വിഷയമല്ല നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ പരിമിതമായ ചുരുക്കി നമുക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നെ പറഞ്ഞു തീർക്കാൻ ഇടപെട്ടോ, എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞോ, അതിനുള്ള കൃത്യമായിട്ട് മറുപടി പറയാനൊക്കെ ആളുകളുണ്ട് ഇവിടെ. അപ്പൊ കിഫ്ബിയും മൂലധന ചെലവുകളും എന്ന തലക്കെട്ടിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ ഇതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് സാധൂകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇവിടെ ഈ കിഫ്ബി എന്ന് പറയുന്നതിനെ, കിഫ്ബിയെ നിങ്ങൾ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചുവെന്നും അതിനകത്ത് തെറ്റുതലുകൾ ഒട്ടുത്താൻ കൊണ്ടുപോകുന്നതൊക്കെ കുഴപ്പത്തിലാക്കിയാണെന്നും ഇനി ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടക്കില്ല എന്നൊക്കെ നിങ്ങളതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ കാരണം, അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം, ഈ കിഫ്ബി കൊണ്ട് മാത്രം കേരളത്തിൽ കഴിഞ്ഞ 56 മുതൽ 2016 വരെ ഉണ്ടായതിൻ്റെ 3 ഇരട്ടിയോ അല്ലെങ്കിൽ 4 ഇരട്ടിയോ ആയിട്ട് കടം വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള റൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ കണക്ക് ചിലപ്പോൾ 1, 2 അതൊക്കെ ഫിഗർ കുറഞ്ഞു പോയാൽ അത് ശരിയല്ലല്ലോ. കാരണം അങ്ങനെ ഒരു ചർച്ചയാണല്ലോ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് തന്നെ അത് എഴുതിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. 1.61 ലക്ഷം കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 1,60,638,638 അത് 10 വർഷം കൊണ്ട് 4,90,085 കോടി രൂപയിലേക്ക് അത് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം അതിൻ്റെ കാരണം അന്വേഷിച്ചു പോയപ്പോൾ ആ 10 വർഷം കൊണ്ട് കിഫ്ബി എന്ന് പറയുന്നൊരു സംവിധാനത്തിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന കടം ബജറ്റിൻ്റെ കൂടി ഭാഗമാക്കേണ്ടി വരുമ്പോൾ നമുക്ക് വലിയ കടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മനസ്സിലായി. കാരണം ശ്രീ സമ്പത്ത്, ശ്രീ ജി വി ഹരി അവതരിപ്പിച്ച ചില പോയിന്റുകളുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. അതായത് ഈ കേരളത്തിൻ്റെ ഒരു കടത്തിൻ്റെ ഓരോ 5 വർഷം കൂടുമ്പോഴും കടം ഇരട്ടിക്കുന്ന സംസ്ഥാനം. ഈ കഴിഞ്ഞ വർഷത്തിൽ, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലം വന്നതിന് ശേഷം നമ്മൾ GST കടം കുറയ്ക്കുകയാണ്. ഏകദേശം 5% കടം കുറയ്ക്കുന്ന കണക്കുകൾ ജി വി ഹരിക്കും അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കൊടുക്കുന്ന ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ആധികാരികമായി നിന്ന് സംസാരിക്കുകയും ചെയ്യും. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ജി വി ഹരി പറഞ്ഞ ഈ വാദങ്ങളോട്? സിജി, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഹരി നമ്മുടെ എല്ലാം വളരെ അടുത്ത ചങ്ങാതിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃനിരയിൽ തന്നെ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഹരി ഇതിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യം. ഞാൻ ഈ ഒരു വേളയിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്: നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ അടിമകളും നമ്മൾ പറയാത്ത വാക്കുകളുടെ ഉടമകളുമാണ് എന്നത്. ഞാനിവിടെ എൻ്റെ സുഹൃത്ത് കേരളത്തിൻ്റെ 33 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞു ഹരി. 33 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത എന്ന് പറഞ്ഞു. ലക്ഷം കോടിയാണ് പറഞ്ഞത്. നമ്മുടെ CAGയുടെ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഗവൺമെൻറ് ആണല്ലോ CAG നിയന്ത്രിക്കുന്നത്. ഈ ഓഡിറ്റർ ജനറൽ അത്തരം കാര്യങ്ങളുടെ കണക്കുകളെല്ലാം എടുത്തതിന് ശേഷം അപ്പോൾ ഇത് AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പുറത്തിറക്കിയത്, സഖാവ് പിണറായി വിജയൻ പ്രകാശനം ചെയ്തത്. ഇപ്പോൾ ഇത് വസ്തുതകളുടെ ധവളപത്രം, UDF ആരോപണങ്ങളും കേരളത്തിൻ്റെ യാഥാർത്ഥ്യവും എന്നുള്ളതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനപ്പുറമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ CAG തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം 4.79 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ ആകെ മൊത്തം കടബാധ്യത. ഡയറക്റ്റ് പബ്ലിക് ഡെപ്റ്റ് എന്നുള്ളത് അതിൽ തന്നെ CAG പറയുന്നത് 3.47 ലക്ഷം കോടി രൂപയാണ് പറയുന്നത്.
നമ്മൾ കടമെടുക്കുന്നത് അപകടമാണ് എന്നും നമ്മളത്തിൽ കടമെടുത്താൽ കടബാധ്യതയാണ് എന്നുള്ള നിലയിലേക്കല്ല നമ്മളെല്ലാവരും കടമെടുക്കാറുണ്ട്. നമ്മുടെ എല്ലാം വരും. ഞാൻ ആദായ നികുതി കൊടുക്കുന്ന ഒരു അഭിഭാഷകനാണ്. തൊഴിൽ കൊണ്ട് ഞാൻ വക്കീലാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഞാൻ ആദായ നികുതി കൊടുക്കുന്ന അഭിഭാഷകനാണ്. എനിക്ക് പല ലോണുകളുണ്ട്. എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ കാർഷിക ആവശ്യത്തിന് ഒക്കെയുണ്ട്. അത് എൻ്റെ വരുമാന സ്രോതസ്സും അതിൻ്റെ നിരന്തരമായിട്ടുള്ള വരുമാനവും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എനിക്ക് വായ്പ തരുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടബാധ്യതയെക്കുറിച്ചുകൂടി ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ആയാലും നേരത്തെ UPA ഗവൺമെൻറ് അധികാരത്തിലിരുന്നാലും ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നമ്മുടെ രാഷ്ട്രത്തിൽ ഇവിടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടം എന്നത് 214.82 ലക്ഷം കോടി രൂപയാണ്. അതായത് 2.56 ട്രില്യൺ $, സമമായിട്ടുള്ളതാണ് ഇന്ത്യയുടെ കടബാധ്യത എന്നുള്ളത്. ഇത് സംസ്ഥാനങ്ങളുടെ കടബാധ്യത അല്ല ഞാനീ പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇവിടെ വേറൊരു കാര്യം, ഹരി പറഞ്ഞതിനോടൊപ്പം ഞാനൊരു കാര്യം, ഇവിടെ ഇതെല്ലാം നമ്മളിങ്ങനെ ഈ കടം അപകടമാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കടം എത്രയാണ് ഹരി? 39.38 ട്രില്യൺ $, കടമാണ്. അത് US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാണ് ഞാനീ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും കടബാധ്യതയുള്ള ആ ഒരു സർക്കാരിൻ്റെ അവരുടെ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നുള്ളത് കേരളത്തെക്കാൾ കടുത്തതാണ്. ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നുള്ളത് US-ൻ്റേത് എടുത്താലുള്ള അവസ്ഥ 122.6%. കടമെടുക്കുന്നവരെല്ലാം അപകടത്തിലേക്ക് പോകുന്നു. കടമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കടം മുഴുവൻ ഒറ്റയടിക്കങ്ങ് തീർക്കലല്ല, എങ്ങനെ ചിലവഴിച്ച് തീർക്കലല്ല, പല ഘട്ടങ്ങളായി പല ഗഡുക്കളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി കേരളത്തിൻ്റെ കടത്തെ സംബന്ധിച്ച് കടബാധ്യത എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ ഇൻവെർട്ടഡ് കോമയിൽ ഞാനിടട്ടെ. തമിഴ്നാട് 9.6 ലക്ഷം കോടി രൂപ, ഉത്തർപ്രദേശ് ഏതാണ്ട് 9 ലക്ഷം കോടി രൂപ, മഹാരാഷ്ട്ര 8.2 ലക്ഷം കോടി രൂപ, കർണാടകം കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് 7.5 ലക്ഷം കോടി രൂപ, പശ്ചിമ ബംഗാളിൽ ഏറ്റവും ഒടുവിൽ 7.2 ലക്ഷം കോടി രൂപ. ഇത് രൂപയുടെ കണക്കിൽ പറയുമ്പോൾ ശതമാനക്കണക്കിലൊന്ന് നോക്കിയത് ഡെപ്റ്റ് ടു GSDP റേഷ്യോയിലൊന്ന് നോക്കിയേ. അരുണാചൽ പ്രദേശ് 57%, പഞ്ചാബ് 46.6%, ഹിമാചൽ പ്രദേശ് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് 45.2%, ബീഹാർ ഏതാണ്ട് 38%. ബാക്കിയുള്ള കണക്കുകളെല്ലാം കൂടി വെച്ചിട്ട് ഞാനിതിൽ പറയുന്നില്ല. നമ്മളൊരു ആരോപണ പ്രത്യാരോപണത്തിനല്ലാതെ ഒരു കാര്യം പറയട്ടെ. CPIM ഇവിടെ കാണുന്നത് ബഡ്ജറ്റ് ഇതരമായിട്ട് അത്തരത്തിൽ ഇപ്പോൾ ഇത് കിഫ്ബിയെ സംബന്ധിച്ച് പറയുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെല്ലാം അതിൽ വലിയ മുതൽക്കൂട്ട് അത്തരത്തിൽ അവർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതേ വാചകത്തിലല്ലെങ്കിലും ഇവിടെ UDF നിയോഗിച്ചതായിട്ടുള്ള ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത വ്യക്തികൾ ചേർന്ന് സർക്കാരിന് വേണ്ടി ഇത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖ അത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ളത് അതിനകത്തുണ്ട്. ഇനി ബഡ്ജറ്റ് ഇതര വായ്പകൾ, അത് ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലക്കാലത്തെ ഒന്ന് നോക്കിയാൽ മതി. ആന്ധ്രാപ്രദേശ് 6287, അവിടെ നിന്ന് പിന്നെ അത് വർദ്ധിച്ചു. ആസാം 238, അവിടെ നിന്ന് വർദ്ധിച്ചു. ബീഹാർ 520, അവിടെ നിന്ന് വർദ്ധിച്ചു. കർണാടകം 2350 കോടി രൂപ, പിന്നെ 4029 കോടി രൂപ, അവിടെ നിന്ന് പിന്നെ അത് വർദ്ധിച്ചു. CPIM ഈ രേഖയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒന്ന് സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഏകീകരണം. നമ്മൾ ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു തെറ്റായ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് വളരെ ചുളുവിലയ്ക്ക് വിൽക്കുക എന്നുള്ള സെല്ലിംഗ് സ്പ്രീ എന്നുള്ള നിലയിലേക്ക്, അത് എല്ലാം സാമ്പത്തിക നീതിയും സാമൂഹ്യ നീതിയും എല്ലാം അത് അപ്രത്യക്ഷമാക്കുന്ന നിലയിലേക്കാണ്. അത് പൂർണ്ണമായി അത്തരത്തിൽ ഇതൊരു ഈ ക്രോണി ക്യാപിറ്റലിസം എന്നുള്ള നിലയിലേക്കെല്ലാം വളർന്നിട്ടുണ്ട്. ഇവിടെ ഈ നമ്മൾ സ്ഥിരം തൊഴിലാളി അല്ലാത്തവർ, സ്ഥിരമായി വരുമാനമില്ലാത്തവർ, മറ്റു വിധത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരെ എല്ലാവരെയും അവരെ സാമൂഹ്യ സുരക്ഷ പെൻഷനും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് എല്ലാം മിച്ചമുണ്ടായിട്ട് ഈ ആളുകളെ സംരക്ഷിക്കാം എന്നുള്ളതല്ല എടുക്കേണ്ട നിലപാട്. അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവരെ കൂടി കൈപിടിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവർ നമുക്കൊരു ഭാരമല്ല. അവരെ വാസ്തവത്തിൽ അവർക്ക് നമ്മൾ നൽകേണ്ടതായ ഒരു കരസ്പർശം ഈ പറയുന്ന കാര്യം സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഏകീകരണത്തെ സംബന്ധിച്ച് CPIM വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ്. 2,
അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപം എന്നത് അത് കുടിവെള്ളവും നഗരഗതാഗതവും പുനരുപയോഗ ഊർജ്ജവും തീരസംരക്ഷണവും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇത് വിവിധ ധനസമാഹരണ മാർഗങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്, ആലോചനയല്ല തീരുമാനത്തിലാണ്. അത് ഇന്ന് അധികാരത്തിലുള്ള NDA സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ തന്നെ ഡിറ്റോ പകർപ്പായി അതിന് മാറുന്നു. മറ്റ് പേരുകൾ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെള്ളം, വൈദ്യുതി എല്ലാം അത്തരത്തിൽ, അത് വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യ രംഗവും എല്ലാം അത്തരത്തിൽ ഈ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്ന അവസ്ഥയിലേക്ക് പോകും. ഉൽപ്പാദന വ്യവസ്ഥയെ സംബന്ധിച്ചുള്ളതിൽ ഞങ്ങളിവിടെ കാണുന്നത് ചെറുകിട നിർമ്മാണ മേഖലയും സഹകരണ സംരംഭങ്ങൾ, വിജ്ഞാന മേഖല തുടങ്ങിയവ, അത് ഉൽപ്പാദന മേഖല ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ സാമ്പത്തിക മാന്ദ്യത്തെ ചെറുക്കുന്നതിന് പൊതുനിക്ഷേപം ആവശ്യമാണ്. വിപണിയിലെ ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഇവിടെ ഒരു കാര്യം നടത്തേണ്ടത്. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. മറ്റൊരു കാര്യം, കേരള സർക്കാരിൻ്റെ ധവളപത്രമാണ് എന്നാണ് പറയുന്നത് എങ്കിൽ ഞാൻ ആ ധവളപത്രം തയ്യാറാക്കിയതായി 3 വ്യക്തികൾ, ആ വ്യക്തിത്വങ്ങളെയൊന്നും ഞാൻ ഒട്ടും കുറച്ചൊന്നും കാണുകയല്ല. അവർ എന്ത് ചുമതലയാണ് ഈ സർക്കാരിൽ വഹിക്കുന്നത്? എന്ത് ചുമതലയാണ്? ഭരണഘടനാ ചുമതലയാണോ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചുമതലയാണോ, അല്ല സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ചുമതലയാണോ, എന്തോ ചുമതലയാണ്? ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നടാടെയാണ്, ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില വ്യക്തികൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള രേഖകളെല്ലാം അത്തരത്തിൽ തുറന്നു കൊടുക്കുക എന്നത് അത് ഭരണഘടനാപരമായി തന്നെ അത് വിരുദ്ധമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. ശരി, ശ്രീ ജി വി ഹരിക്ക് മറുപടി പറയാനുണ്ടെന്നിരിക്കലും താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ എ സജീവൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് UDF സർക്കാർ VD സതീശൻ അധികാരത്തെത്തിയതിന് ശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിരവധി വിഷയങ്ങൾ. PM ശ്രീ അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട് കഴിഞ്ഞതാണ്. മദ്യനികുതിയുടെ വിഷയം MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത തീരുമാനമാണ്. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിച്ച് വരുമ്പോൾ ഇവർക്ക് പുതുതായി ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ സർക്കാരിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നൊരു നയം, ഒരു നിലപാട് എടുത്താൽ ജനങ്ങളെ പറ്റിക്കാമെന്നാണ്. സ്വാഭാവികം, നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന കാര്യമുണ്ട്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കൃത്യമായൊരു പിന്നാക്കം പോക്ക് നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. സ്ത്രീ സുരക്ഷാ പദ്ധതി അടക്കം ഇല്ലാതാക്കുകയാണ്. ഇതെല്ലാം കൊണ്ടുവന്നതാണ്, ജനങ്ങൾ അംഗീകരിച്ചതാണ്, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്തതാണ്. അതിന് കൃത്യമായ വരുമാനം കണ്ടെത്താൻ ഐഡിയ ഇല്ലാത്ത ഒരു കൂട്ടർ എന്നങ്ങനെ തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഇവിടെ പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവെന്ന് പറഞ്ഞവർ അധികാരത്തിലേറിയപ്പോൾ 6000-ലധികം കോടി രൂപ ഖജനാവിൽ ഉണ്ടായിരുന്നു. ആ പൂച്ച അതിന് രസകരമായൊരു മറുപടി ബാലഗോപാൽ തന്നെ പറഞ്ഞു. ഏതായാലും 2 ലക്ഷം കോടിയുടെ പണം ഉണ്ടായിരുന്നതൊരു ഖജനാവിൽ കിടന്ന പൂച്ച, അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത പൂച്ച ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം കള്ളം പറയുകയും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നാക്കം പോകാൻ മുൻ സർക്കാരിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതല്ലേ ശരിയായ വസ്തുത? ഇതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ നൈരന്തര്യമാണ് നമ്മൾ പറയാറുണ്ട്. ഏത് സംസ്ഥാനത്തിലും ഒരു പാർട്ടിയുടെ സർക്കാർ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയിട്ട് വേറൊരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ സർക്കാർ വരുന്നുണ്ട് എങ്കിൽ അത് നേരത്തെ എടുത്ത തീരുമാനങ്ങളുടെ മുഴുവൻ ഘടകവിരുദ്ധമായ രീതിയിലല്ല പോകേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ സർക്കാർ നൈരന്തര്യമാണ് എന്ന് പറയാറുള്ളത്. സത്യത്തിൽ അത് മറക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള ഈ വസ്തുതകളുടെ ധവളപത്രമാണല്ലോ. അതായത് സർക്കാർ LDF വിശേഷിപ്പിക്കുക, ഞാനങ്ങനെ പറയുന്നില്ല, വസ്തുതകളുടെ ധവളപത്രം എന്ന് LDF പറയുന്നതാണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ധവളപത്രം ഇറക്കേണ്ടി വന്നു എന്ന് നമ്മൾ നോക്കണം. അതായത് സർക്കാരിന്റെ സമ്പത്ത് പറഞ്ഞ പോലെ ഇത് സർക്കാരിന് വേണ്ടി മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ ഇറക്കിയിട്ടുള്ള ധവളപത്രമാണല്ലോ അത്. അപ്പോൾ ആ ധവളപത്രത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വസ്തുതകളുടെ ധവളപത്രം എന്ന രീതിയിൽ ഇറക്കേണ്ടി വന്നത്. അതാണ് പ്രശ്നം. അതായത് നേരത്തെ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന രീതിയിലേക്ക് പോകുന്നു. ഒരു കാര്യം, ഇവിടുത്തെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഈ കേരളത്തിന്റെ കടം, ബജറ്റ് കടം അല്ലെങ്കിൽ പൊതുകടം ഭീകരമായ രൂപത്തിൽ വർദ്ധിച്ചു. ഈ LDF സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അതിഭീകരമായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ശരി, നമ്മൾ അത് ശരിയാണെന്ന് വെച്ചുകൊണ്ട് തന്നെ പറയും. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവേണ്ടി വന്നത്? അത് നമുക്കറിയാം.
ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ഇത് കിഫ്ബിയുടെ കടം ബജറ്റിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയത് കൊണ്ടാണല്ലോ. അത് സംസ്ഥാന സർക്കാർ ചെയ്തതല്ല, കേന്ദ്രം ചെയ്തതാണ്. അപ്പം ബോധപൂർവമായിട്ട് കേന്ദ്ര സർക്കാർ ഈ കടം സംസ്ഥാന സർക്കാരിന്റെ കടം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കിഫ്ബിയുടെ കടം കൂടി ഉണ്ടാക്കി. കിഫ്ബിയുടെ കടം ഇവിടെ സംസ്ഥാനത്തിന്റെ കടമല്ലേ എന്ന് വെച്ച് വേണം നമുക്ക് വാദിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് കിഫ്ബി ഇവിടെ ഉണ്ടാവേണ്ടി വന്നത്, കിഫ്ബി രൂപീകരിക്കേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ്? കാരണം ഇവിടെയുള്ള സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാശൊന്നും കിട്ടാതാവുമ്പോൾ, കേന്ദ്രം നൽകേണ്ട വിഹിതം പോലും തടഞ്ഞു വെക്കുമ്പോൾ, ഇവിടെ 2018 ശേഷം പ്രളയം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ദുരന്തങ്ങളുടെയും മഹാമാരികളുടെയും ഈ അസുഖങ്ങളുടെയും ഒക്കെ ഭീകരമായ കാലമായിരുന്നല്ലോ ഈ 10 വർഷക്കാലത്തിനിടയിൽ. പലപ്പോഴായിട്ടുണ്ടായിരുന്നു. നിപ്പ ഉണ്ടായിരുന്നു, കോവിഡ് ഉണ്ടായിരുന്നു. ഈ ദുരന്തങ്ങൾ തന്നെ, ഈ പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഭീകരമായ രൂപത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്തൊക്കെ സഹായമാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നോക്കണമല്ലോ. ഒന്നുമില്ല. ഇവിടെ പ്രധാനമന്ത്രി വരുന്നു, കണ്ണീരൊഴുക്കുന്നു, പോകുന്നു. ചില കേന്ദ്രമന്ത്രിമാർക്ക് ചില സർവേ നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടേക്ക് അയച്ച ഹെലികോപ്റ്ററിന്റെയും മറ്റും വാടക പോലും കൊടുക്കേണ്ടി വന്നു കേരളം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ വളരെ ഭീകരമായ രൂപത്തിൽ ഇതിന്റെ ഈ കടങ്ങളുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ ഞെക്കിക്കൊല്ലും, ഞെരിച്ചു കൊല്ലും എന്ന കേന്ദ്രത്തിന്റെ ഒരു നിലപാടുണ്ട്. അതിപ്പോ UDF സർക്കാർ വരുമ്പോഴും മാറാൻ പോകുന്നില്ല. ഈ സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് എന്തെല്ലാം നിലപാടുകൾ ഉണ്ടാവുന്നുള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പോഴത്തെ ഗവർണർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വൈസ് ചാൻസലർമാരുടെ നിയമനവുമായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത്തരം ഈ സംഭവങ്ങൾ കേന്ദ്രം തുടരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട, കിട്ടേണ്ട ന്യായമായിട്ടും അർഹതയുള്ള കാശ് കേന്ദ്രം തടഞ്ഞു വെക്കുമ്പോൾ, തരാതിരിക്കുമ്പോൾ മറ്റൊരു ബദൽ ഇവിടെ വികസന പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ഇവിടെ പാലങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, റോഡുകൾ ഉണ്ടാവേണ്ടതുണ്ട്, മറ്റു വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ട ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണല്ലോ കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ അതിന്റെ കിഫ്ബിയുടെ കടം പോലും, കിഫ്ബിക്ക് വേണ്ടി എടുത്തുള്ള കടം പോലും ബജറ്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഞെരുക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോ ഈ കടം അങ്ങനെ തന്നെ നിൽക്കും. അത് തുടരണമെന്നൊന്നുമില്ല. ഇപ്പൊ കിഫ്ബി തുടരണമെന്ന് UDF സർക്കാർ തുടരും. പക്ഷേ അതിന് പകരമായിട്ട് വേറൊരു മാർഗം എന്താണ്? അവിടെയാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ ശ്രീ സജീവൻ, താങ്കൾ ചോദിച്ച ചോദ്യമാണ് ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം. ഒന്ന്, എന്തിന് കിഫ്ബി രൂപീകരിക്കേണ്ടി വന്നു? കിഫ്ബി അല്ലാതെ ബദൽ മാർഗം നിങ്ങളുടെ മുൻപിലുണ്ടോ എന്ന ചോദ്യം. ശ്രീ GV ഹരി, നമുക്കറിയാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിരവധി കാര്യങ്ങൾ. 2018-ലെയും മഹാപ്രളയങ്ങൾ 2 കണ്ടതാണ്, കോവിഡ് കണ്ടതാണ്. അതിനേക്കാൾ വലിയ ദുരന്തം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം അതിജീവിക്കാൻ ഒരു സംസ്ഥാനം നടത്തിയ ശ്രമങ്ങൾ അതിലേറെ വിജയം കണ്ടു, വലിയ തരത്തിൽ വിജയം കണ്ടു. അവിടെ കിഫ്ബി എന്ന് പറയുന്ന ഒരു ബദൽ വികസന മാതൃക കൊണ്ടുവന്നു. അതിൻ്റെ നേട്ടങ്ങൾ നമ്മൾ സ്കൂളായും പാലമായും കാണുകയും ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഒരു ബദൽ മാർഗം ഇല്ലാതിരിക്കുമ്പോൾ ഈ കള്ളങ്ങൾ പറയുന്നത് ശരിയാണോ? നേരത്തെ ശ്രീ സമ്പത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് താങ്കൾ നൈസായിട്ടും ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. ഭരണഘടനാപരമായ എന്ത് പദവിയാണ് ഈ KM ചന്ദ്രശേഖർക്കും അതോടൊപ്പം തന്നെ മറ്റു 2 പേർക്കും അവിടെ ഉണ്ടായിരുന്നുള്ളത്? ഒരു തട്ടിക്കൂട്ട് ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ധവളപത്രം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ GV ഹരി, എന്തൊക്കെ പറഞ്ഞാലും ആ ചോദ്യം ശ്രീ സജീവൻ ചോദിച്ചത്, എന്തുകൊണ്ട് കിഫ്ബി രൂപീകരിക്കേണ്ടുന്നു? നിങ്ങളുടെ മുമ്പിൽ ബദൽ മാർഗം എന്താണ്? ബിജു, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ സമ്പത്തേട്ടൻ പറഞ്ഞതെന്ന് പറയാം. ഞാൻ എല്ലാ പോയിന്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമ്പത്തേട്ടൻ്റെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം. 4 അംഗ കമ്മിറ്റിയാണ്. ഡോക്ടർ KM ചന്ദ്രശേഖർ ചെയർമാനായിട്ടുള്ള, KR ജ്യോതിലാൽ IAS കൺവീനറായിട്ടുള്ള, അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ഫിനാൻസ് ആണ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ. മൂന്നാമത് ഡോക്ടർ D നാരായണ, എക്കണോമിസ്റ്റ് ആൻഡ് പബ്ലിക് ഫിനാൻസ് എക്സ്പേർട്ട്. ഡോക്ടർ C വീരമണി, ഡയറക്ടർ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ആണല്ലോ. സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് സമ്പത്തേട്ടൻ. അപ്പോൾ അഡ്വക്കേറ്റ് സമ്പത്തിന് അറിയാത്തതൊന്നുമല്ല, സർക്കാർ ഔദ്യോഗികമായി സർക്കാരിൻ്റെ തന്നെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കൺവീനറാക്കിയിരിക്കുന്ന ഒരു കമ്മിറ്റിക്ക് എന്ത് ഔദ്യോഗിക പദവിയാണ് ആ കമ്മിറ്റിക്ക് ഉള്ളതെന്ന് ചോദിക്കുന്നതിനോട് ഞാൻ ഉത്തരം പറയുന്നില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹം തന്നെ മനസ്സിലായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്മിറ്റിയുടെ കൺവീനറായിരിക്കുന്ന ഒരാൾ ആരാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടുകൂടി ആ ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെ നഷ്ടമാവുകയാണ്. ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല. അദ്ദേഹം ഉന്നയിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്,
ഈ കർണാടകത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കാര്യങ്ങൾ പറയുന്ന ഒരാളെന്ന നിലയിൽ ഞാനും അതേ തലത്തിൽ തന്നെ ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നമ്മൾ കടമെടുക്കുന്നു. ആ കടമെടുക്കുന്നത് നമ്മൾ കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനും കടമെടുക്കുന്ന ആളാണ്, എനിക്കും കടമുണ്ട്. ഞാനും വീട് വയ്ക്കാൻ കടമെടുത്ത ആളാണ്, കാറ് വാങ്ങിക്കാൻ കടമെടുത്ത ആളാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ച വീട് എനിക്ക് തിരിച്ച് അടയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കടമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടമെടുത്ത് ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഇതുവരെയും പോയിട്ടില്ല. സമ്പത്തേട്ടും അതേ ലൈനിൽ പോകുന്ന ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കടം എടുക്കേണ്ട എന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എല്ലാ സർക്കാരുകളും കടമെടുത്തിട്ടുണ്ട്, എല്ലാ സർക്കാരുകളും സംസ്ഥാനങ്ങളും കടമെടുത്തിട്ടുണ്ട്. അദ്ദേഹം 2-3 ഉദാഹരണം പറഞ്ഞു. വേറെ ഒരു നോർത്തിലോട്ടൊന്നും പോകണ്ട, നമുക്ക് സൗത്തിലെടുക്കാം. തമിഴ്നാട്, കർണാടകം നമ്മളെപ്പോലെയാണോ? അവർ കടമെടുത്താൽ അവർക്ക് എന്തെല്ലാം വകുപ്പുകളുണ്ട് പണം കിട്ടാനുള്ള. ഇവിടെ കിട്ടുന്നതിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 77% പെൻഷനും അതോടൊപ്പം തന്നെ ഇവിടെ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളവും അടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് എന്ത് വരുമാനമാണുള്ളതെന്ന് പറയുന്നത്. അതുപോലെയാണോ കർണാടകവും തമിഴ്നാടും? അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തൊരുത്തൻ 1 കോടി രൂപ വായ്പ എടുത്ത് അവൻ വീട് വെച്ചെങ്കിൽ അവനത് തിരിച്ചടയ്ക്കാനുള്ള വരുമാനം ഉണ്ടെന്നേ. എനിക്കതിനുള്ള വരുമാനമില്ല. എനിക്ക് ആകപ്പാടെ മാസം കിട്ടുന്നത് 30,000 രൂപയാണെങ്കിൽ ഞാൻ 50 ലക്ഷം രൂപയുടെ കടമെടുത്താലും ഞാൻ ഭാവിയിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകും. അതേ തലത്തിലേക്കാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പാവങ്ങളെ കാണുന്നതിലേ ഇല്ലെന്നാണ്. ഞങ്ങൾ മാത്രമാണ് പാവങ്ങളെ കാണുന്നതെന്നാണ് സമ്പത്തേട്ടൻ്റെ പാർട്ടി പറയുന്നത്, അല്ലെങ്കിൽ CPM പറയുന്നത്. അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രൈവറ്റൈസേഷൻ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സർക്കാരിൻ്റെ കൈപ്പിടിയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ അതിനകത്ത് നിക്ഷേപിക്കാൻ കഴിയുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മൾ വിഴിഞ്ഞമാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ താങ്കൾ റിസർച്ച് ചോദിച്ചതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഞങ്ങളുടെ മുമ്പിൽ കിഫ്ബി അല്ല, ഞങ്ങളുടെ മുമ്പിൽ ഈ രാജ്യത്തെ ഈ ലോകത്തെ ഏറ്റവും മികച്ചൊരു തുറമുഖം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആ തുറമുഖത്തിനകത്തേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് ആ തുറമുഖത്തിൻ്റെ പൂർണ്ണമായ പിടി നമ്മുടെ കയ്യിൽ നിന്നുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം 2019 നടന്നതുപോലെ ഒരു ഇടപാട്, ഒരു കടമെടുപ്പ് ഉണ്ടായിട്ടില്ല. ഇടപെടരുതെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുന്നില്ല. വിഴിഞ്ഞത്തിന്റെ പ്രശ്നമേ, വിഴിഞ്ഞത്തിന്റെ ഈ വരുമാനം ഉണ്ടാക്കുന്ന ആരാണ് നമ്മളിപ്പോ കണ്ടു. ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. വിഴിഞ്ഞത്തെ നിങ്ങൾ നന്നായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതെ, അത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മറുപടി പറയാൻ സമ്പത്തുണ്ട്. താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മറുപടി പറയാൻ കാത്തിരിക്കുകയാണ് സമ്പത്ത്. അവർ പറഞ്ഞോളൂ, താങ്കൾ വേവലാപ്പെടുത്തണ്ട. അവർ രണ്ടുപേർക്ക് ഇത് പറയാൻ പറ്റുന്ന ആളുകളാണ്, അവർ ഒറ്റ മോക്ഷക്കാരല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2019 മസാല ബോണ്ട് പുറത്തിറക്കി. എന്നോട് സജീവേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അതായത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരല്ലേ കിഫ്ബി അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത്, അതിലേക്കാണ് ഞാൻ വരുന്നത്. 2019 മസാല ബോണ്ട് നമ്മൾ പ്രഖ്യാപിക്കുക 2150 കോടി എന്നാണ് എൻ്റെ ഓർമ്മ. 2150 കോടി രൂപ 9.7% പലിശയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ പണം ആര് കൊടുത്ത് തീർക്കുമെന്നായി പറയുന്നത്? ഇവിടെ അതിലും താഴെ പലിശയ്ക്ക് കുറച്ച് പലിശയ്ക്ക് ഇവിടെ പൈസ കിട്ടുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി ഈ മസാല ബോണ്ട് ഒരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത മണ്ടത്തരമാണ് നമ്മൾ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർന്നില്ല. അപ്പം എന്താ പ്രശ്നം? ഇതിനകത്തുള്ള പ്രശ്നം എന്താ? ഇതിനകത്തുള്ള പ്രശ്നം കൂടെ പറഞ്ഞുതരാം. കേന്ദ്ര സർക്കാർ ഈ മസാല ബോണ്ടിൽ ആളുകൾ ഇത്രയും പണം നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണെന്നറിയോ? ഇവിടെ അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഈ സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. ഇനി സർക്കാർ കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കണം? കേന്ദ്ര സർക്കാർ കൊടുക്കണം. അവിടെ താമസമുള്ള ആളുകൾ ഇരിപ്പുണ്ട്, അവർ പറഞ്ഞു, എടാ ഇത് നമ്മുടെ പെടലിക്കാണ് ഈ വരാൻ പോകുന്നത്, കാരണം യവന്മാരെ കൊണ്ട് ഇത് കൊടുക്കാൻ സാധിക്കത്തില്ല, ഇത് ഞങ്ങളുടെ മണ്ടയ്ക്ക് വരുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടുകൂടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ബജറ്റിന് കടമെടുക്കാൻ കഴിയില്ല, നിങ്ങൾ ഈ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തണമെന്ന്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ശഠിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മസാല ബോണ്ട്, നിങ്ങൾ എടുത്തിട്ടുള്ള ഈ മസാല ബോണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഈസ് ആൾസോ ലയബിൾ ടു പേ ബാക്ക്. അല്ലെങ്കിൽ സമ്പത്തേട്ടൻ പറയട്ടെ. യെസ്, അത് തന്നെ ശ്രീ സമ്പത്ത്. ഞാൻ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കടമെടുക്കരുത്, കർണാടകയെ പോലെ നമ്മൾ കടമെടുക്കരുത്, കടമെടുത്ത് മുടിയരുത്, വാഹനം നമുക്ക് ആവശ്യമായ വാഹനം ഉണ്ടാവുമല്ലോ. ശ്രീ സമ്പത്തുണ്ടല്ലോ, അവരതിന് മാർഗം കണ്ടെത്തിയിരുന്നല്ലോ, അവർ പണം തിരിച്ചടച്ച് തുടങ്ങിയായിരുന്നല്ലോ, പണം അവർ തിരിച്ചടച്ച് തുടങ്ങിയായിരുന്നു ശ്രീ ജി വി ഹരി. ശ്രീ സമ്പത്ത്, അത് നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം കേരളത്തിലെ UDF ഗവൺമെൻറ് ഈ ധവളപത്രം എന്ന പേരിലൊരു രാഷ്ട്രീയ രേഖ പുറത്തിറക്കിയതും ഇവിടെ CPIM AKG പഠന ഗവേഷണ കേന്ദ്രം
ഇന്ന് ഈ വസ്തുതകളുടെ അടിക്കാൻ പറയാൻ ധവളപത്രം സമ്മതം എന്നുള്ള നിലയിലേക്ക് ഇതുകൊണ്ട് എന്തായാലും അതൊരു നമ്മളൊരു പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച, തുറന്ന ചർച്ച, സംവാദം അത് ഉണ്ടാവട്ടെ. ഞാൻ ഹരി പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങാം. ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഈ OBB എന്ന് അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ഞാൻ കേന്ദ്ര സർക്കാരൊന്നും ഉപയോഗിക്കാറില്ല, യൂണിയൻ ഗവൺമെൻറ് അവരുടെ കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇത് ചെയ്യുന്നുണ്ട്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ പെടുത്താതെ. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഇതിൽ തന്നെ ആ കടമെടുപ്പിന് നൽകുന്നതായ വാർഷിക പലിശ എന്നത് 9% മുതൽ 11.50% വരെയാണ്. 9% മുതൽ 11.5% വരെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഷയിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ നൽകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഇത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ടതായി ചില സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളൊന്നറിയണം. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അവർ വായ്പ എടുക്കുന്നത് ഇവിടെ ബഡ്ജറ്റിൽ പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ബഡ്ജറ്റിനൊരു സ്ഥാനമില്ല. 93 കൊല്ലക്കാലത്തെ റെയിൽവേ ബഡ്ജറ്റ് ചൂളം വിളിച്ചെന്നേക്കുമായി അപ്രത്യക്ഷമായി. 2. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഫിനാൻസ് കോർപ്പറേഷനും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണ്, നിയന്ത്രണത്തിലാണ്, പരിപാലനവും അവരാണ്. നബാർഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അവരുടേതായിട്ടുള്ള സഹായം നമ്മുടെ ഈ കാർഷിക മേഖലയിലേക്കൊക്കെ വരാറുണ്ട് അത്തരം കാര്യങ്ങളുള്ളത്. ഇനി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഇവിടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളായി വരുന്നതിൽ ഇത്തരത്തിൽ ബഡ്ജറ്റ് ഇതര ഈ വായ്പ എടുക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞു. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും, അത് ഏത് പാർട്ടിയോ മുന്നണിയോ അധികാരത്തിലാണെങ്കിലും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ അവർ ആ വികസന പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റ് ഇതര സഹായം തേടിയിട്ടുണ്ട്. അങ്ങനെ തേടിയിട്ടുള്ളപ്പോൾ ചിലപ്പോൾ എൻ്റെ ചങ്ങാതി ഹരിക്കൊക്കെ പറയാം, എങ്ങനെ ഇവിടെ ഡെപ്റ്റ് GDP റേഷ്യോയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ 36% അപ്പുറമായി വല്ലാതെ നിൽക്കുന്നതായിട്ടുള്ള 46%, 51% അപ്പുറമെല്ലാം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ ഈ ധവളപത്രത്തിൽ ഒരു കാര്യം പറയാതെ വിടുന്നത്, ഇന്ത്യ ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട്, അതിവിടെ ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തെ തകർത്തുകൊണ്ട് അധികാരങ്ങൾ രാഷ്ട്രീയമായി, ധനപരമായി, ഭരണപരമായി എല്ലാം ഇത് കേന്ദ്രീകരിച്ച് അവരിലേക്ക് എത്തുകയും ഇവിടെ സംസ്ഥാനങ്ങളുടെ മേൽ പിടിമുറുക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നമ്മുടെ വരുമാനത്തിൽ വർധനവ്, നമ്മൾ വായ്പ എടുക്കുന്നു, ശരി, ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നു. 2011-12 അന്ന് കറണ്ട് പ്രൈസസിൽ കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം 97,912 രൂപയായിരുന്നു അന്ന്. 2024-25 ആയപ്പോൾ അത് 3,08,338 രൂപയായി വർദ്ധിച്ചു. അതായത് 3 ഇരട്ടിയിലും അപ്പുറമായി, 3.15 എന്നുള്ളതിനും അപ്പുറമായി ഇരട്ടി, 3 മടങ്ങ് എന്നുള്ളത്. അപ്പോൾ 100% അപ്പുറത്തേക്ക് പോവുകയാണ്. ഇത് 305-315% അപ്പുറത്തേക്ക് വർധനവ് 3 എന്നുള്ള നിലയിലേക്ക് അത് വർദ്ധിക്കുകയാണ്. ഇത് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. എങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെപ്പറ്റി പറയണത്? കോവിഡ് വന്നു, നിപ്പ വൈറസ് അടക്കം പലതും വന്നു, പ്രകൃതി ദുരന്തങ്ങൾ പലതും ഉണ്ടായി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതായ ഒരു മണി സഹായമുണ്ടായില്ല ഇത്തരം കാര്യങ്ങളിൽ. ഇവിടെ ഈ വന്നു കണ്ടു, ഫോട്ടോഷൂട്ട് നടന്നു പോയി എന്നുള്ളതല്ലാതെ വിദേശത്ത് നിന്നടക്കം നമുക്ക് ലഭ്യമാകുമായിരുന്ന പണമടക്കം തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ടത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്നീട് കൊടുത്തു. നേരത്തെ ഗുജറാത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടല്ലോ. ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദുരന്തമുണ്ടായപ്പോൾ അന്ന് AB വാജ്പേയി ലോകത്തിലെ രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പി യാചിച്ചത്. കേരളത്തിന് മാത്രം ഇതൊന്നും ലഭ്യമല്ല. എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? എന്തായിരുന്നു UDFൻ്റെ നിലപാട്? ഇവിടെ നമുക്ക് ധനവിഹിതം നൽകേണ്ടത്, ഇപ്പോൾ IGSTയുടെ കാര്യത്തിൽ എന്താണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടത്? അത് ലഭിക്കുന്നില്ല. GST വിഹിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് കൃത്യമായി ലഭിക്കുന്നില്ല. ധനകമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ളതിൽ തന്നെ നേരത്തെ അവർ നൽകിയിരുന്നത് അതിൽ നിന്ന് വെട്ടിക്കുറച്ചു, പകുതിയിലേറെയായി അത് വീണ്ടും വെട്ടിക്കുറച്ചു. നമ്മൾ ഏതാണ്ട് 3.6% അല്ലെങ്കിൽ 3.7% അത്തരത്തിലുള്ള വിഹിതത്തിൽ നിന്നത് കുറഞ്ഞ് ഇത് 2% താഴേക്ക് 1.7% എന്നുള്ള നിലയിലേക്കെല്ലാം വരുമ്പോൾ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് നിതി ആയോഗിൻ്റെ കണ്ണിൽ ന്യൂനതയായി മാറിയത്, അല്ലേ? കേരളം നേട്ടങ്ങൾ നേടിയത് കൊണ്ട് ന്യൂനതയായി മാറി, ഇല്ലെങ്കിൽ ന്യൂനത അല്ല.
ഇവിടെ ഇപ്പോൾ ശ്രീ ചന്ദ്രശേഖർ അധ്യക്ഷനായിട്ടുള്ള ഈ സമിതി ഉണ്ടല്ലോ, ഈ സമിതി ശ്രീ ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടറി, ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് ആരെയൊന്നും പറയുന്നില്ല. എപ്പോഴാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നത്? രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നത്, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ. ആ ഗവൺമെൻറ് റാമ്പൻറ്റ് പ്രൈവറ്റൈസേഷനിലേക്കാണ് പോയത്. ആ റാമ്പൻറ്റ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളതിൽ ഞാൻ പറയുകയാണ്, ഡൽഹിയിലെ അന്തർദേശീയ വിമാനത്താവളം അടക്കം സ്വകാര്യവൽക്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള CAG റിപ്പോർട്ടുണ്ട്. ആ CAG റിപ്പോർട്ട് വായിച്ചാൽ നമ്മൾ ഞെട്ടും. ഇന്നത്തെ NDA ഗവൺമെൻറ് എല്ലാം അവിടെ നിന്നാണ് പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് സിജു നേരത്തെ പറഞ്ഞു, ആ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ എങ്ങനെയാണ് ആ സ്വകാര്യ കമ്പനിക്ക് അത്തരത്തിലൊരു അവിടെ ഒരു എയർപോർട്ട് കയ്യിൽ കിട്ടിയതെന്നും ആ എയർപോർട്ട് കിട്ടിയതിൻ്റെ തന്നെ അഹങ്കാരത്തിൽ ഇന്ത്യക്ക് പുറത്തുപോയി എയർപോർട്ട് പണിയുന്നതിന് വേണ്ടി ചെന്നിട്ട് 30 കൊല്ലക്കാലത്തേക്കുള്ള അതിനുള്ള കൺസെഷനെയറിൻ്റേതായിട്ടുള്ള അധികാരം വീണ്ടും റൈറ്റ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ വീണ്ടും പുതുക്കി കിട്ടുന്നതിന് ഒക്കെ ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത് എന്നുകൂടി പഠിക്കണം ഇക്കാര്യത്തിൽ. ഇവിടെ ഉള്ളത് കൃത്യമായ ഒരു അജണ്ടയാണ്. ആ അജണ്ട പ്രൈവറ്റൈസേഷൻ. ഞാൻ നിർത്തുകയാണ്. നമ്മൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമല്ലോ, നമ്മളും എല്ലാവരും ഞാനുമെല്ലാം. ഈ വിമാനത്തിൽ നമ്മൾ വളരെ നേരത്തെ ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് അല്ല, നമ്മൾ ചിലപ്പോൾ ബോംബെ വിദേശത്തേക്കൊക്കെ പോകുന്നതിൽ നമ്മൾ ബന്ധുക്കൾ അപ്പോൾ നോക്കിയിട്ട് നമ്മൾ റേറ്റ് കുറഞ്ഞ ടിക്കറ്റ് എടുക്കും. ഈ വിമാനയാത്രയുടെ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമുക്കൊരു സന്ദേശം വരും വിമാന കമ്പനിയുടെ, വി ആർ ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് വി ഹാവ് മോഡിഫൈഡ് ദ എയർഫെയർസ്. നിങ്ങൾ ഇനി ഒരു 2999 രൂപ കൂടി നിങ്ങൾ അടച്ചാൽ നിങ്ങളുടെ വിമാന ടിക്കറ്റ് കൺഫേം ചെയ്യുന്നതായിരിക്കും. ഇല്ല എങ്കിൽ ഇത് റദ്ദാക്കപ്പെടുന്നു എന്നും ഇതിൽ നിന്ന് നിങ്ങളുടേതായ ഒരു 2000 രൂപ ഞങ്ങൾ ഇതിൻ്റെ ആൻസിലറി എക്സ്പെൻഡിച്ചറായി പിടിച്ചിട്ട് ബാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നുവെന്ന്. അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗം മോഡിഫൈഡ് എന്നാണ്, വർദ്ധിപ്പിച്ചു എന്നല്ല. ഇവിടെ ഹരി ഉപയോഗിച്ച വാക്കും ഇതുപോലെ തന്നെയാണ്. ലിബറലൈസേഷൻ അറിയാമല്ലോ, പേര് കേൾക്കുമ്പോൾ ഉദാരീകരണം എന്നാണ്. ദി ലിബറലൈസേഷൻ ഹാസ് നോ ഹ്യൂമൻ ഫേസ് എന്ന് മാർപ്പാപ്പ തന്നെ പറയേണ്ടതായി വന്നു. ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷന്റെ കേരള സമ്പദ് വ്യവസ്ഥ ഇത്തരത്തിൽ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറുന്നതിന് വേണ്ടിയാണ് ആ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള UDF ഗവൺമെന്റിന്റെ ധവളപത്രം എന്ന പേരിൽ പുറത്തു വന്നു. ശരി, ശ്രീ സമ്പത്ത്, ഒരുപക്ഷേ ശ്രീ GV ഹരി അദ്ദേഹം പറഞ്ഞ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖർ ഉപയോഗിച്ച പദം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ചന്ദ്രശേഖർ എന്തൊക്കെയാണ് കാട്ടിക്കൊടുത്തത്, അതായത് റാമ്പൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റൈസേഷൻ നിലപാടെടുത്തു. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്ന് അറിയാമോ? അസറ്റ് മോണറ്റൈസേഷൻ. ഏതാ ധവളപത്രത്തിൽ ഉപയോഗിച്ചത്? അസറ്റ് മോണറ്റൈസേഷൻ. നാഷണൽ മോണറ്റൈസേഷനാണ് മോദി സർക്കാരിൻ്റെയും പോളിസി. എന്താണ് ഉദ്ദേശം? കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തുകൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റ് തുലയ്ക്കുക. ആ നാഷണൽ മോണിറ്റൈസേഷൻ്റെ തുടർച്ച തന്നെയല്ലേ നിങ്ങളുടെ അസറ്റ് മോണിറ്റൈസേഷൻ? പിന്നെ നേരത്തെ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും താങ്കൾക്ക് വ്യക്തിപരമായ യോജിപ്പുണ്ടാകില്ലെന്ന് എനിക്കറിയാം. കേന്ദ്രം നേരത്തെ ഡിവിസിബിൾ പൂളിൽ നിന്ന് 3.79% നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 1.79% വിശ്വസിക്കാൻ കഴിയുമോ? ശരിയായ അവസ്ഥയല്ലേ അത്? വായ്പാ പരിധി വെട്ടിക്കുറച്ചു. ഇങ്ങനെ എന്തെന്ത് പ്രശ്നങ്ങൾ, എന്തെന്ത് ദുരന്തങ്ങൾ. അവിടെ നിന്നുകൊണ്ടൊരു സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളിപ്പോഴും ഇവിടെ നിങ്ങളായാലും പ്രതിപക്ഷമായാലും CPM ആയാലും LDF ആയാലും പൊതുവായ ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്തിൻ്റെ നേട്ടമാണ്. ജനങ്ങൾ പട്ടിണി കിടക്കരുത്, മെച്ചപ്പെട്ട ജീവിതം വേണം. അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ഇകഴ്ത്തി കാട്ടുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. ആ സമ്പത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, മറുപടി പറയാം വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഇനി ശ്രീ സജീവൻ സാർ കാത്തിരിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ. പ്രശ്നം സിജു ഇതാണ്. സിജു എൻ്റെ അടുത്ത് 50 ചോദ്യം ചോദിച്ചിട്ട് ഒരു ഒറ്റ ഉത്തരം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. എന്നിട്ടും ഇത്രയും വലിയ ശ്രമങ്ങൾ നടന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഇവിടെ അതിദരിദ്രരുണ്ട് എന്നുള്ളത്. പിന്നെ ഇനി ഞാനതിനകത്ത് എന്ത് പറയാനാണ്? ഇത്രയും വലിയ ശ്രമങ്ങൾ നടത്തിയിട്ട് ഈ സർക്കാർ പറയുകയാണ്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ പറയുകയാണ് കേരളത്തിൽ അതിദരിദ്രരുണ്ട് എന്നൊരു സാഹചര്യം കണ്ടില്ലേ? ഉണ്ടെന്ന് നിങ്ങൾ ഇല്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ഉണ്ട് എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചില്ല. ഞാൻ പറയുമ്പോൾ ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേന്ദ്ര സർക്കാർ കടം എടുപ്പ് കുറയ്ക്കാനായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ട സമ്പത്തേട്ടൻ ഓർക്കുന്നുണ്ടാവും, നമ്മൾ സുപ്രീം കോടതിയിൽ പോയായിരുന്നു. ഞാൻ നമ്മളെന്നാണ് പറഞ്ഞത്. നമ്മൾ സുപ്രീം കോടതിയിൽ പോയി. നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ട് അവസാനം സുപ്രീം കോടതിയൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ പോയാൽ നിങ്ങൾ കുത്തുവാളി എടുക്കും. എന്നാലും ഞങ്ങൾ പറയാം അവർക്ക് കടമെടുപ്പൊച്ചി ഒന്ന് കൂട്ടി എന്തെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഞങ്ങൾക്ക് അനുകൂലമായിട്ടല്ല നമുക്ക് വിധിച്ചവർ. അപ്പോൾ സുപ്രീം കോടതി ഇത് പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു, കേന്ദ്ര സർക്കാർ പറഞ്ഞു. ഞാൻ കേന്ദ്ര സർക്കാരിന് അനുകൂലമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ധരിക്കുകയും വേണ്ട. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ കൈയും നഖവും മുഖമൊക്കെ എന്തൊക്കെ പറ്റി എതിർക്കും അതൊക്കെ ഞങ്ങൾ എതിർക്കും, അതായത് നിയമപരമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട, സുപ്രീം കോടതി പോലും നമുക്ക് അനുകൂലമായി നിന്നില്ല. നമ്മൾ കേസിന് പോയി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അവിടെ എൻ്റെ കാര്യങ്ങൾ നീക്കിയ ആളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം അവിടെ സുപ്രീം കോടതി പോയിട്ട് നമുക്ക് വായ്പാ എടുപ്പ് പരിധി കൂട്ടാൻ പറ്റില്ല,
പക്ഷേ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അവർക്ക്. കാരണം ഒരു സർക്കാരാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ഓർക്കണം, എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ പോക്കെങ്ങനെയായിരുന്നു നമ്മൾ ആ തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ കടമെടുക്കേണ്ട എന്നൊരു അഭിപ്രായം തന്നെ, കടമെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് അതിൽ നിന്നൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കടമെടുത്തോ. എവിടെയാണ് റിട്ടേൺസ് ഉള്ളത്? ഇത്രയും പണം ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് റിട്ടേൺസ് ഈ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി? ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ പാവങ്ങളുടെ പേരാണ്. പലതവണ പറഞ്ഞു. നോക്കൂ, പ്രിയദർശിനി പദ്ധതി വന്നു, 2 മാസമാവുകയാണ്. എത്ര ലക്ഷം സ്ത്രീകൾ സഞ്ചരിക്കുന്നറിയോ? നേരത്തെ ഉണ്ടായതിനേക്കാൾ ഏകദേശം 60%, അതായത് 50%-ൽ നിന്ന് 10% വർധനയാണ്. ഇത്രയും സ്ത്രീകളുടെ കയ്യിൽ 5 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കുകയാണ് ഈ സർക്കാർ. അങ്ങനെ പണം എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഈ പണം അവർ അടിച്ചു പൊളിച്ച് കളയുകയല്ല. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു കണക്കൂടെ ഞാൻ പറയാം പാവപ്പെട്ടവനെ കുറിച്ച്. ഇവിടെ ഞാനും അംബാനിയും സമ്പത്തേട്ടനും സജീവൻ ചേട്ടനും എല്ലാ ആളുകളും കൊടുക്കുന്ന ഒരേ തുകയാണ്. നമ്മളൊരു കാര്യം വാങ്ങിക്കുമ്പോൾ അംബാനിയും കൊടുക്കുന്നത്, സിജുവും കൊടുക്കുന്നത്, ഞാനും കൊടുക്കുന്നത്, നിങ്ങളെല്ലാം 500 രൂപ ചിലവഴിച്ചാൽ നമ്മളത് കൊടുക്കുന്ന തുല്യമായിട്ട് CGST SGST ആണ്. വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 2.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ 500 രൂപ അല്ലെങ്കിൽ 700 രൂപ ദിവസ ശമ്പളം വാങ്ങിക്കുന്ന ഒരുത്തരും തമ്മിൽ ഒരേ CGSTയും SGSTയും കൊടുത്താൽ മതിയോ സിജു? അപ്പോൾ ഇത് പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കണ്ടേ? കൂടുതൽ പണം എത്തിച്ചു കൊടുക്കണ്ടേ? അതിന് നമ്മൾ ഈ പാവപ്പെട്ടവൻ്റെ നമ്മൾ പിരിച്ചെടുക്കുന്ന ഈ പണം ഇവിടുത്തെ ഈ പബ്ലിക് സെക്ടറിലേക്ക് മുഴുവൻ കൊണ്ടുപോയി അത് കെടുകാര്യസ്ഥത കൊണ്ട് നശിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇനിയും അവരെ നിന്ന് പൈസ, അതാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്, ആളുകളിൽ നിന്ന് അവർ തേനിൽ നിന്ന് എങ്ങനെയാണോ ഒരു പൂമ്പാറ്റ വേദനയില്ലാതെ അതിൻ്റെ തേനെടുക്കുന്നത് പോലെ ആയിരിക്കണം നികുതി പിരിവ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെ കഴിയുന്നത്ര ഉപദ്രവിക്കരുതെന്നാണ്. നിങ്ങളതിനെ മറ്റു വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബജറ്റിൽ 1 രൂപയുടെ കൂട്ടൽ വരുത്തി വെച്ചിട്ടുണ്ടോ? കൂട്ടാൻ ഇനിയൊന്നും ഇല്ല. നിങ്ങൾ പോകുന്നതിന് മുമ്പ് കൂട്ടിയതിനെ ഇനിയൊന്നും കൂട്ടാനില്ല. ഇനി കൂട്ടിയാൽ ആളുകൾ ഇവിടെ കൂട്ടിച്ചിട്ട് കത്തിക്കും. അപ്പോൾ കൂട്ടാനൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം മുന്നിലുണ്ട്. എന്നിട്ടൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതുകൊണ്ട് ഈ പാവപ്പെട്ടവന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് ഈ പണം എത്തിച്ചു കൊടുത്താൽ അത് അവർക്ക്, അവരുടെ കുടുംബത്തിന്, അവർക്ക് ഒക്കെ ഈ സമൂഹത്തിന് ഗുണമുണ്ടാകുമെന്ന് ഈ സർക്കാരിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവരെ സഹായിച്ചു. ഏത് പദ്ധതി നിങ്ങൾ വന്നിട്ടുള്ള പുതിയ പദ്ധതികളെടുത്ത് പരിശോധിച്ച് നോക്കുക, ഇതൊക്കെ സാധാരണക്കാരനെ സഹായിക്കാനാണ്. ഇനി ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾ വഴങ്ങാം ഒരു മിനിറ്റ്. ഇവിടെ പ്രൈവറ്റൈസേഷൻ എന്ന് നിങ്ങൾ വീണ്ടും ആവർത്തിപ്പിക്കുമ്പോൾ ലിബറലൈസേഷനും അതോടൊപ്പം ഗ്ലോബലൈസേഷനും അതോടൊപ്പം പ്രൈവറ്റൈസേഷനും ഇത് മൂന്നും തന്നെയാണ് രാജ്യത്തെ ശ്രീ മൻമോഹൻ സിംഗ് അടക്കമുള്ള നേതാക്കന്മാർ കൊണ്ടുവന്ന ഈ സംവിധാനം. രാജ്യത്തെ നമുക്കറിയാമല്ലോ, ഏറ്റവും വലിയ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസം ലോകം മുഴുവൻ ഉണ്ടാക്കിയപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ടൊന്നും മോശപ്പെട്ട കാര്യമില്ല, കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് പണം തന്നില്ല എന്ന് പറഞ്ഞു. 2-3 കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ നിന്ന് പലപ്പോഴും പണത്തിൻ്റെ കൃത്യമായ കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നില്ല എന്ന കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുക. പലതരത്തിലുള്ള കണക്കുകളും കൃത്യമായിട്ട്, പണം ഇങ്ങോട്ട് വാങ്ങിച്ചാൽ പോരാ, അതിന് കൃത്യമായ കണക്കുകൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കി ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്ന് എത്രയോ തവണ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങൾ ഈ IAS ഉദ്യോഗസ്ഥന്മാരെ എത്ര പേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട്? അവരൊക്കെ ഇവിടെ ഇരിക്കുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള 100 കണക്കിന് ആളുകൾ റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള ആളുകളെ മുഴുവൻ തലപ്പത്ത് വെച്ച് അവർക്ക് താങ്കൾ പറഞ്ഞല്ല വിഷയങ്ങളിലേക്ക് ഞാൻ പറയാം. അതായത് ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ. താങ്കൾ പ്രിയദർശിനി ബസ് യാത്ര അടക്കം പറഞ്ഞു, ജനങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രിയദർശിനി ബസ് യാത്ര വന്നപ്പോഴത്തേക്ക് ഒരു 10,000-ഓളം വരുന്ന ജീവനക്കാരൊക്കെ പട്ടിണിയായി. ആ കാര്യം താങ്കൾക്ക് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സ്വകാര്യ ബസ് വ്യവസായം, അതോടൊപ്പം സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയത്. താങ്കൾ പറഞ്ഞ സ്വകാര്യവൽക്കരണം ലിബറലൈസേഷനൊക്കെ വലിയ വിഷയമാണെന്ന് സജീവൻ. ഇപ്പോൾ ഈ GV ഹരി പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയാണ് ഈ ക്ഷേമം നടത്താത്തത്, ഇടപെടാത്തത് UDF സർക്കാരാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ കണക്കറിയാം. നമ്മുടെ LDF സർക്കാർ 35,750 കോടി രൂപയുടെ സംസ്ഥാന പദ്ധതി വിഹിതമാണ്. അതിൽ നിന്ന് 5,380 കോടി, അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം 5,380 കോടി വെട്ടിക്കളഞ്ഞു. അവിടെ പലവിധ പ്രവർത്തനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളാകെ പെട്ടുകിടക്കുകയാണ്. അപ്പോഴും വന്നിരുന്ന് GV ഹരി പറയുന്നത് എല്ലാം ചെയ്യുന്ന സർക്കാരാണെന്ന്. എങ്ങനെ തോന്നുന്നു താങ്കൾക്ക്? GV ഹരി പറഞ്ഞത് കൂടി കണക്കിലെടുത്തുകൊണ്ട്. ഇല്ല, ഹരി പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് തന്നെ പറയാം. ഏത് തരത്തിലാണ് ഇപ്പോൾ അവരെ പറയില്ല, സാമ്പത്തികമായിട്ട് വളരെയധികം ദുരിതത്തിലാക്കിയിട്ടാണ് ഈ LDF സർക്കാർ അധികാരം ഒഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്തൊക്കെ സാമ്പത്തിക സ്രോതസ് പിന്നീട് ഉണ്ടായി. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യം താങ്കൾ പറഞ്ഞ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട വിഹിതം കിട്ടിയാൽ മാത്രമേ
ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുണ്ടായി എടുക്കാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമീണ തലങ്ങളിൽ വരെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പറഞ്ഞ മുഴുവൻ തടഞ്ഞു നിർത്തുമ്പോൾ ഇപ്പൊ ഹരി പറഞ്ഞൊരു കാര്യം, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്നൊരു കാര്യം. ഒന്ന്, കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ അല്ലെങ്കിൽ BJP ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു പറയും, നല്ല കാര്യം. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്ന, BJP സർക്കാർ പറയുന്ന, നരേന്ദ്രമോദി സർക്കാർ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അത് വിശ്വസിക്കുകയാണ്. ഒന്ന്, ഇവിടെ ഈ കിഫ്ബിയുടെ വായ്പ അത് ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ ഗതികെട്ടില്ല. കാരണം അതിന്റെ മുഴുവൻ ബാധ്യതയും കേന്ദ്രത്തിന്റെ തലയിൽ ഭവിച്ചേക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യാണ്. അതായത് ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലേക്കോ അല്ലെങ്കിൽ അവരുടെ ചുമലിലേക്കോ ഈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. LDF സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അതിവിടെ നടപ്പാക്കി കിഫ്ബി ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടെ വിദ്യാലയങ്ങൾ വളരെയധികം ഹൈടെക് വിദ്യാലയങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ അങ്ങനെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ എങ്ങനെ തിരിച്ചടക്കുക, അത് രണ്ടാമത്തെ കാര്യമാണ്. തിരിച്ചടയ്ക്കാനുള്ള സ്രോതസ് കൂടി കണ്ടുകൊണ്ടായിരിക്കില്ല ആ സർക്കാർ. അത് LDF UDF സർക്കാർ അംഗീകരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അത് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ തലയിലേക്ക് വരും, അതിന്റെ മുഴുവൻ ഭാരവും വരും എന്ന് കണ്ടിട്ട് ആണ് അത് ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് ഈ ബജറ്റ് കടത്തിലേക്ക് ഇത് ഉൾപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ നമ്മൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തങ്ങളുടേതല്ലാത്ത സർക്കാർ ഇരട്ട എഞ്ചിൻ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ തരത്തിൽ കൊണ്ടുവരുന്ന ദുഷ്ടലാക്കോടുകൂടി കൊണ്ടുവരുന്ന കാര്യങ്ങളെ ന്യായീകരിക്കലാവും. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. ഇവിടെ ഓരോ വേണ്ട റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അത് നമ്മൾ കണ്ടതാണ്. നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അക്കാലത്ത് നിർമ്മലാ സീതാരാമൻ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടിയില്ല, ഈ റിപ്പോർട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ബാലഗോപാൽ അയച്ചു കൊടുത്തതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ശരി എന്നുള്ളത് ഞാൻ കണക്ക് നോക്കാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ കേന്ദ്ര സർക്കാർ പറയുന്നു ഞങ്ങൾക്കത് കിട്ടിയില്ല, അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ലക്ഷ്യം, അത് നമ്മൾ അംഗീകരിക്കലാണോ? അത് അംഗീകരിച്ചാൽ ശരിയാണ്. കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന ഓരോ UDF ഭരിക്കുക അല്ലെ കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഞെക്കിപ്പിഴിയും ഒരു കാലത്ത് നമ്മൾ അത് ന്യായീകരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ന്യായീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. സത്യത്തിൽ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിനൊക്കെ ബേസിക് സംഭവം ഉള്ള രീതിയിൽ ഞാൻ കാണുന്നത് LDF സർക്കാർ ഇപ്പൊ പിണറായി ഭരിച്ചാലും അല്ലെങ്കിൽ UDF സർക്കാരിന്റെ കാലത്താണെങ്കിലും ഒക്കെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ആര് ഭരിച്ചാലും 2014 അധികാരത്തിലേറിയിട്ടുള്ള മോദി സർക്കാർ കേരളത്തോട് ഈ രീതിയിൽ തന്നെ പെരുമാറും. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും തടയിടാവുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഏറ്റവും സജീവൻ, സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. GV ഹരിയിലേക്ക് മറുപടി പറയേണ്ടതിന് മുമ്പ്, അതായത് ഇനി നിങ്ങളൊക്കെ ഈ പറഞ്ഞ ഭരണത്തിലേറിയപ്പോഴേ പറഞ്ഞല്ലോ ഞങ്ങൾ കേന്ദ്രവുമായി ഒരു തർക്കത്തിനില്ല, ഗവർണർമാരുമായി ഉടക്കാനൊന്നും പോകുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും ഈ പണം നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ സമ്പത്ത്, ഈ GV ഹരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ നേരത്തെ ഒന്ന് മോദി സർക്കാരിനെ തഴുകാൻ അദ്ദേഹം ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ പണം കണക്കുകൾ നിങ്ങൾ കൊടുത്തില്ലല്ലോ. എന്നാൽ പോലും നമ്മൾ നടത്തിയ ശ്രമങ്ങൾ, കേരളം നടത്തിയ ശ്രമങ്ങൾ, LDF സർക്കാർ നടത്തിയ ശ്രമങ്ങളെ ഇങ്ങനെ ഞെരുക്കിയപ്പോൾ പോലും കേരള സർക്കാർ നടത്തിയ ശ്രമങ്ങളെ ഒരു വരി കൊണ്ട് പോലും ഒന്ന് തലോടാൻ അവർക്ക് കഴിയത്തില്ല. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാൽ പോലും ഒരു വരി ഈ കേന്ദ്ര സർക്കാർ എടുത്ത നയങ്ങൾ മൂലം ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ നമ്മൾ കോടതിയിൽ പോയി എന്ന്. കേരളം വല്ലാതെ ബുദ്ധിമുട്ടിയെന്നൊരു വരി പറയാൻ GV ഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? GV ഹരി വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ അടുത്ത മറുപടി കൂടി നമുക്ക് അവസാനിപ്പിക്കുകയും GV ഹരി. ഞാൻ സജീവേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ പറയാം. അപ്പോൾ CAG 2026 റിപ്പോർട്ട് പ്രകാരം കേരളം കൊടുക്കാത്ത അതിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കിഫ്ബി ആൻഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റിൽ 2024-25 റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. 889.92 കോടി രൂപയാണ് കടമെടുത്തത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഒന്നും എടുത്തിട്ടില്ല എന്ന് കൊടുത്തു. രണ്ടാമത് ഈ ആക്ച്വൽ ബോറോയിങ് റിപ്പോർട്ടഡ് ബൈ ദ CAG വാസ്
563.09 crores, while reported was 983.09. ഇതാണ് പ്രശ്നം സൃഷ്ടിച്ചത്. അപ്പം നമ്മൾ CAG 5,563 കോടി രൂപ എടുത്തുവെന്നും എന്നാൽ 983.09 കോടി മാത്രമേ ഉള്ളൂ എന്നുമുള്ള റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതിനകത്തുള്ള ഡിസ്പാരിറ്റി പ്രശ്നമുണ്ടാകുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ആ കണക്ക് സജീവമായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ എല്ലാ കണക്കുകളൊക്കെ കൃത്യമായിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയും. അപ്പോൾ ഇതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് വേണ്ടി കടമെടുത്തു, വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്, എടുത്താൽ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ എക്സ്പെൻസ് കൃത്യമായിട്ട് നമ്മൾ എടുത്ത ഏജൻസിക്ക് കൊടുക്കുക എന്നുള്ളൊരു മര്യാദ മാത്രമാണ്. അത് നമ്മുടെ ഇവിടെ പലപ്പോഴും നടന്നിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, നിർമ്മലാ സീതാരാമൻ സമയപരിമിതിയുണ്ട്. ഈ മര്യാദയെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. എന്ത് മര്യാദയാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് കാട്ടിയത്? ഒരു വരി നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ കണക്ക് കൊടുത്തില്ല, അത് മര്യാദ കേടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഞെക്കിയില്ലേ? എന്തെങ്കിലും മര്യാദ കേട് നിങ്ങൾ പറഞ്ഞോ? സമ്പത്ത് അല്ല പറഞ്ഞെ, ചർച്ച സമയപരിമിതിയുണ്ട്. സമ്പത്ത്, താങ്കൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ആ മര്യാദ, അദ്ദേഹം പറഞ്ഞ മര്യാദ, ആ മര്യാദയാണ്. ഉത്തരത്തിന്റെ അല്ല, മര്യാദ എനിക്ക് പെട്ടെന്ന് പിടിച്ച മര്യാദ. ആ മര്യാദയോട് കേരളം കാണിക്കാത്ത മര്യാദയും കേന്ദ്രം കാണിക്കുന്ന മര്യാദയും താങ്കൾ പറഞ്ഞല്ലോ. ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം. ഇന്ത്യ ഗവൺമെന്റ് വിവിധ സംസ്ഥാനങ്ങൾക്ക് എയിംസ് പ്രഖ്യാപിച്ചു, കേരളത്തിന് ഇതുവരെ നൽകിയിട്ടില്ല അല്ലേ? ഈ കേരളം ആസ്ഥാനമായി റെയിൽവേ സോൺ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് ഇപ്പോഴും ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. നേമത്ത് റെയിൽവേ ടെർമിനലടക്കം ഞാൻ 2014-19 എൻ്റെ ആ കാലാവധി തീരുന്നതിന് തൊട്ട് മുമ്പ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് റെയിൽവേ മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിച്ച കാര്യങ്ങളടക്കം ഒരു കല്ല് പോലും പുതുതായി അനങ്ങിയിട്ടില്ല അവിടെയുള്ളൊരു കാര്യത്തിന്. വിഴിഞ്ഞം പദ്ധതി, അതിൻ്റെ സെക്കൻഡ് ഫേസ്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, 1 രൂപ പോലും ഇന്ത്യ ഗവൺമെൻറ് നൽകിയിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ഏറ്റവും ഒടുവിൽ പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ഇപ്പോഴത്തെ HLL ലിമിറ്റഡ്, അതടക്കം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇവിടെ നേരത്തെ അവർ ഈ നമ്മുടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റഡ് വിറ്റു, അത് കേരളത്തിലെ സർക്കാർ വിലയ്ക്ക് വാങ്ങേണ്ടതായ അവസ്ഥയിലേക്ക് വന്നു. ഇവിടെ ഇത്തരത്തിലുള്ള സെല്ലിംഗ് സ്പ്രീ നടക്കുമ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനെതിരായ ഒരു ബദൽ നയം കേരളത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും വിറ്റിട്ടില്ല. ഇനി കണക്ക് കൊടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകൾ എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ കഴുത്തിൽ കെട്ടിവെക്കുന്ന ഒരു നുകമാണ്. അതിൻ്റെ ഭാരം ഇങ്ങനെ ഒരു കാരണവശാലും അടിമയ്ക്ക് മോചനമില്ലാത്ത നിലയിലേക്ക്. തുടക്കം എങ്ങനെ 80:20, അടുത്ത 60:40, പിന്നീട് വരുന്നത് 40:60, പിന്നെ വരുന്ന 20:80, അത് കഴിഞ്ഞ് മുഴുവനും ആ വിധത്തിൽ. അത് സർവശിക്ഷാ അഭിയാൻ മുതൽ ഈ പറയുന്ന ഇപ്പോൾ റാംജി VG ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉൾപ്പെടെ. ഇവിടെ ഹരി പറഞ്ഞതിൻ്റെ ഒരു മറുപടി കൂടി ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. സമയത്ത് കണക്ക് കൊടുക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല. അതിനേക്കാൾ ഗുരുതരമായി മിസ്ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. CAG റിപ്പോർട്ടിൽ നിന്ന് മാത്രം ഞാനത് പറയാം. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് കൂടി കേട്ടോളുക. ഏറ്റവും ഒടുവിലത്തെ CAG റിപ്പോർട്ട് എങ്ങനെ ഒരു കാര്യത്തിന് അനുവദിക്കപ്പെട്ടത് മറ്റൊരു കാര്യത്തിന് ചെലവഴിച്ചിട്ട് ഇവിടെ കണക്കിൽ ഈ പറയുന്നത് സാധാരണഗതിയിൽ പറഞ്ഞാൽ അത് കള്ളക്കണക്കാണ് എന്ന് പറയേണ്ടി വരുന്നത്. മഹാരാഷ്ട്ര 4070 കോടി രൂപ, ജാർഖണ്ഡ് 2899 കോടി രൂപ, ത്രിപുര 2808 കോടി രൂപ, ആന്ധ്രാപ്രദേശ് 2678 കോടി രൂപ, ഉത്തർപ്രദേശ് 2449 കോടി രൂപ, മധ്യപ്രദേശ് 2004 കോടി രൂപ, തെലുങ്കാന കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് 1866 കോടി രൂപ, കർണാടക 1732 കോടി രൂപ. ഇങ്ങനെ നിരവധിയുണ്ട്. ഇതെടുത്തു നോക്കിയാൽ ഇതിൽ കേരളത്തിന് സ്ഥാനമില്ല. ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് പണം നൽകുന്നതിന് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിന് പണം നൽകുന്നതിന് മാത്രം, പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പോലും നൽകാത്തതിന്. അല്ലേ, ഒരു മെട്രോ നമ്മൾ ചോദിച്ചാൽ അതിന് പണമില്ല. ഇത്തരത്തിലാണല്ലോ വിഷയങ്ങളെല്ലാം വരുന്നത്. ഒരു കാരണവശാലും കേരളം മുന്നോട്ട് പോകരുത്. നിങ്ങൾ നേടിയ നേട്ടം, അത് പ്രത്യേകിച്ചും ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യവും ഉദ്യോഗസ്ഥ മേധാവിത്വവും കൂടി ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ആ അസൂയ വൈരമായി മാറുന്നതാണ്. അത് നമ്മളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ 25% അടുത്ത 5 വർഷത്തിനുള്ളിൽ വിസ്മയങ്ങൾ കാണാം. അതെ, ഈ ഉത്സവത്തിന് പിടിച്ചു പറയുന്ന വിസ്മയങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് വിഴിഞ്ഞത്തടക്കം നമ്മൾ കണ്ടതാണ്.
PMC അടക്കം നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയപരിമിതി പോലെ ഞാൻ ഇടപെടുന്നു. അങ്ങ് ചർച്ചയുടെ പറഞ്ഞ അവസാനിപ്പിക്കേണ്ടി വരുന്നു. കാര്യങ്ങളൊക്കെ ശ്രീ ജി വി ഹരി വളരെ നന്ദി. ശ്രീ ജി വി ഹരി, ശ്രീ സമ്പത്ത്, എ സജീവൻ. ഏതായാലും കേരളം ഒന്നാണ്. അത് LDF ആയാലും UDF ആയാലും കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് UDF എന്നാണ് ഇപ്പോൾ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു അഭിപ്രായം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. ഇന്ന് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.